തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടാണ്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശം എത്തിയിരിക്കുന്നു. ഒരു കൂട്ടം സ്ഥാനാർത്ഥികളാണ് വോട്ട് അഭ്യർത്ഥിച്ച് ക്യാമ്പസിലെത്തിയത്. അവർക്കെല്ലാം ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇക്ബാൽ അറക്കൽ ചേരുന്ന ഇക്ബാൽ, എന്താണ് ആ പ്രത്യേകത? വിനീത, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് വിക്ടോറിയ കോളേജിലാണ്. വിക്ടോറിയ കോളേജിൽ എനിക്കൊപ്പം ഇവിടെ കുറച്ച് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവരെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവരെല്ലാം വിക്ടോറിയ കോളേജിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല, ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് വോട്ട് ചോദിച്ചു പോകുന്ന ആളുകൾ കൂടിയാണ്. എനിക്കൊപ്പം അജാസ് ഉണ്ട്, ആതിരയുണ്ട്, അതുപോലെ തന്നെ ബാദുഷ, വിപിനും, ഗൗജിയും, ഹരികൃഷ്ണനും ഇവരെല്ലാം വിക്ടോറിയ കോളേജിൽ യൂണിയൻ ഭാരവാഹികളായിരുന്നു, സംഘടനാ ഭാരവാഹികളായിരുന്നു. ഏതായാലും ആ ഭാരവാഹിത്വം എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഏതായാലും അവരെല്ലാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. അജാസിൽ നിന്ന് തുടങ്ങും. അജാസ്, കുഴൽമന്ദം ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുകയാണ്. ഞാൻ ജില്ലാ പഞ്ചായത്ത് കുഴൽമന്ദം ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത്. വിക്ടോറിയയിൽ എങ്ങനെയായിരുന്നു, അതുകൂടി ഒന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ വിക്ടോറിയ കോളേജിൽ 2013 ഇവിടെ ഫസ്റ്റ് വരുന്നത്. എൻ്റെ UG-യും PG ഒക്കെ വിക്ടോറിയയിലായിരുന്നു. എൻ്റെ തെരഞ്ഞെടുപ്പ് പൊതുരംഗത്ത് ആദ്യമായിട്ടാണ്. ഞാൻ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ചെയർമാനായി മത്സരിച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ടൊക്കെ മത്സരിച്ചിട്ടുണ്ട്. ആ അനുഭവം കൊണ്ടാണ് വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അജാസ് ചെയർമാൻ ആയിരുന്ന കാലത്ത് വൈസ് ചെയർമാൻ ആയിരുന്നില്ലേ ഗൗജ? അതെ, തീർച്ചയായും. 2015 കാലഘട്ടത്തിൽ ഇവിടെ പഠനം തുടങ്ങിയപ്പോഴാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ചുവടുത്ത് വെക്കുന്നത്. അജാസ്ക ചെയർമാൻ ആയിരിക്കുമ്പോൾ ഏകദേശം 28-29 വർഷങ്ങൾക്ക് ശേഷമാണ് അന്ന് KSUയിലൂടെ കടന്നു വരുന്ന യൂണിയൻ ഭാരവാഹികൾ ഉണ്ടാകുന്നത്. അതും ചെയർമാനും വൈസ് ചെയർമാനുമായി ഞങ്ങളൊരു യൂണിയനിൽ ഉണ്ടായിരുന്നു. UDF സ്ഥാനാർത്ഥി ഇത്തവണ UDF സ്ഥാനാർത്ഥിയായി മരുതറോഡ് പഞ്ചായത്തിലെ കല്ലേപ്പള്ളി വെസ്റ്റ് എന്ന് പറഞ്ഞ 18ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നു. അതിൽ ബേബി ഹരികൃഷ്ണനാണല്ലേ? അതെ, ഞാൻ കോങ്ങാട് പഞ്ചായത്തിലെ 17ാം വാർഡ് പാർശ്ശേലിൽ നിന്നാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇവിടെ മത്സരിച്ച് അതേ ഒരു ഫൈറ്റ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം യൂണിയൻ പിടിച്ചിട്ടുള്ളത് അതേ ഒരു ഫൈറ്റ് തന്നെയാണ് അവിടെയും കൊടുക്കാൻ വേണ്ടി. കേസിൻ്റെ യൂണിയനിൽ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ജയിച്ചത്. അതെ, കോട്ടായി ഡിവിഷനിലാണ് ഞാൻ മത്സരിക്കുന്നത്. 2015 കാലഘട്ടത്തിൽ ഞാനിവിടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടായിരുന്നു മത്സരിച്ചിരുന്നത്. അജാസ്കയാണ് എന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് കൊണ്ടുവന്നത്. എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതും അജാസ്കയാണ്. ബാദുഷ ചിറ്റൂർ കോളേജിലും ആയിരുന്നില്ലേ? അവിടെ യൂണിയനിലുണ്ടായിരുന്നു. ചിറ്റൂർ കോളേജിൽ UUC ആയിരുന്നു. PG വിക്ടോറിയയിൽ ചെയർമാനായിരുന്നു. നിലവിൽ ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ PG MA ഫിലോസഫി ചെയ്യാം. മത്സരിക്കുന്നത് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏതാണ്, ഏത് പഞ്ചായത്തിലേക്കാണ്? ഞാൻ പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കല്ലേക്കാട് ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഇവിടെ വിപിൻ വിക്ടോറിയ കോളേജിൽ വിദ്യാർത്ഥി ആയിരുന്ന കാലം മുതൽ തന്നെ ജനപ്രതിനിധിയായിരുന്നല്ലേ? ഞാൻ കോളേജ് കഴിഞ്ഞ ഉടൻ തന്നെ പാലക്കാട് നഗരസഭയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ജയിച്ചു. ഇപ്പോൾ പിന്നീട് 2ാം തവണ കഴിഞ്ഞ തവണ ജയിച്ചു. ഇപ്പോൾ 3ാം തവണയാണ് ഒരു ഇലക്ഷൻ നേരിടുന്നത്. അജാസിൻ്റെ കാലഘട്ടത്തിൽ, അജാസ് ഇവിടെ ചെയർമാൻ ആയ കാലഘട്ടത്തിൽ അപ്പോൾ പാർട്ടിയുടെ ഇവിടുത്തെ KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. വിനീത, ഇവരെല്ലാം ഇത്തവണ മുമ്പ് വിക്ടോറിയയിലെ സംഘടനാ ഭാരവാഹികളും യൂണിയൻ ഭാരവാഹികളായിരുന്നു. ഇനി ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അവിടെ നിന്നെല്ലാം ജനവിധി പ്രകാരമല്ലേ എല്ലാവരും ഒരേ സ്ഥാനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചു, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആഗ്രഹം കൊണ്ട് അവരെല്ലാം ഈ ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയുള്ള വിദ്യാർത്ഥികൾ, അവർ പല വാർഡുകളിലുള്ള ആളുകളുണ്ട്, അവരെല്ലാം കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക, അതിനോടൊപ്പം തന്നെ അവരുടെ അധ്യാപകരെ കണ്ട് അനുഗ്രഹം തേടുക, അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും വെച്ചാണ് ഈ ക്യാമ്പസിലേക്ക് അവർ തിരികെ എത്തിയിട്ടുള്ളത്. വിനീത, ശരി ഇക്ബാൽ, ഏതായാലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇതാ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ അവർ ഓരോരുത്തരും എത്തിയിരിക്കുകയാണ്. വിക്ടോറിയ കോളേജ് ക്യാമ്പസിൽ വോട്ട് തേടി എത്തിയവരെ പരിചയപ്പെടുത്തുകയായിരുന്നു ഇക്ബാൽ. പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശം എവിടെ വരെ എത്തി? 3 മണിക്ക് ഇപ്പോൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിക്കാൻ പോവുകയാണ്.